ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്മയരത്നദീപം ആജാനവാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ സുന്ദരകാന്ഡം സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ യുദ്ധകാന്ഡത്തിലേക്ക് കടന്നു. യുദ്ധകാന്ഡത്തിൽ ശ്രീരാമ മുതലായവർ ശ്രീരാമാദികളുടെ നിശ്ചയം എന്താണ് അതിനു മുമ്പേ ഒരു സ്തുതി. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകിപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂതേ. അങ്ങനെ സ്തുതിച്ചിട്ട് പൈങ്കലി മകളോട് തത്തക്കുട്ടിയോട് പറയുന്നു, ഇനിയും പറയൂ, കേട്ടിട്ട് മതിയാവുന്നില്ല. ശ്രീരാമചന്ദ്രന്റെ കഥ കേട്ടിട്ട് മതിയാവുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് തത്ത പറയുന്നു, ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. അപ്പൊ ചന്ദ്രചൂടൻ മഹാദേവൻ പാർവതീദേവിയോട് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദ അരുൾ ചെയ്തിതാദരാൽ. വായുപുത്രനായ ഹനുമാൻ എന്നിട്ട് പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നു, എന്ത് പറയുന്നു? ദേവന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മാരുതി ചെയ്തത്. മനസ്സിൽ വിചാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ 100 യോജന സമുദ്രം ചാടിക്കടന്നു. എന്നിട്ട് അവിടെ വേണ്ട പോലെ എല്ലാരും വച്ച് തകർത്തു. ലങ്കാ നഗരമൊക്കെ അഗ്നിക്കേരയാക്കിയിട്ടുണ്ട് എന്നൊക്കെ അത്ഭുതം തന്നെ ഇത് കേൾക്കുമ്പോ. ഇങ്ങനെയുള്ള ഭക്തന്മാരായിരിക്കും ഉണ്ടാവൂല എന്നാണ് അദ്ദേഹം കൊടുത്ത അവാർഡ്. ശ്രീരാമചന്ദ്ര പ്രഭു മാരുതിക്ക് കൊടുത്ത അവാർഡാണത്. ഇങ്ങനെയുള്ള ഭക്തന്മാര് ആർക്കും ഉണ്ടാവൂല എന്ന്. അതുമാത്രമല്ല, എന്നെയും ഭാനുവംശം മുഴുവൻ, സൂര്യവംശം മുഴുവനും, എൻ്റെ ലക്ഷ്മണനെയും അതുപോലെ നമ്മുടെ സുഗ്രീവനെയും എല്ലാരെയും പരിപാലിച്ചിട്ടുണ്ട് ഈ വാതാത്മജൻ. എന്ത് കാരണം കൊണ്ട്? മൈഥിലിയെ കണ്ടു വന്നത് കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങള് ഞങ്ങളൊക്കെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ആയി. ഇനി നമുക്ക് ഇതിനെ കടക്കണ്ടേ അതിഗംഭീരമായി. അതിലെന്തൊക്കെയുണ്ട്? നക്ര മകര ചക്രാദി പരിപൂർണ മുതലുണ്ടാവും. എന്തൊക്കെ അങ്ങനെയില്ല, ഒരുപാട് ജലജന്തുക്കളില്ല ഈ സമുദ്രം. എങ്ങനെ നമ്മൾ കടക്കുക? ഞാനിനി എങ്ങനെ എപ്പോഴാ എൻ്റെ ദേവീനെ കാണുന്നത് ദൈവമേ എന്ന് പറയുന്നു ഭഗവാൻ. അന്നേരം സുഗ്രീവൻ പറയുന്നു, അയ്യോ ഇങ്ങനെയൊന്നും പറയല്ല ഭഗവാനെ, അങ്ങേക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അങ്ങേ സഹായിക്കാൻ. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കാം. അലങ്ക ചുട്ട് കരിക്കാം നമുക്ക്. എന്നിട്ട് രാവണൻ തന്നെ കൊലത്തോടുകൂടി നശിപ്പിച്ചിട്ട് ദേവിയെ കൊണ്ട് ഞാൻ വരും എന്നാ പറയുന്ന അരേ സുഗ്രീവൻ. ഒറ്റലേശം അങ്ങ് ചിന്താമഗ്നാകരുത്. ചിന്തിച്ചിരിക്കേണ്ട കാര്യമല്ല ഇത്. ആർക്കും ജയിക്കാൻ പറ്റൂല. ഈ വാനരന്മാരുണ്ടല്ലോ, ഇവർ അത്രയും ഗംഭീരന്മാരാണ്. അത് മാത്രമല്ല
ഇപ്പം അഗ്നികൂട്ടിയിൽ ചാടണം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളാം എന്ന് പറയുന്നവരും അല്ല ഇത്. എന്താ പറയാന്ന് വെച്ചാൽ അവര് ആ സമയത്ത് അത് അനുസരിക്കും, അംഗീകരിക്കും, അത് ചെയ്യും. നമ്മൾ ലങ്കയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ ലങ്കേശൻ രാവണൻ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആരാണ് ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ എതിർക്കാനുള്ളത്? ആ അസ്ത്രത്തിനെ രാഘവാസ്ത്രം എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ എല്ലാവരും കിടുകിടാ വറക്കും. നല്ല നല്ല നിമിത്തങ്ങളല്ലേ കാണുന്നത്, നമുക്ക് ഒരു ദുർനിമിത്തങ്ങളും നല്ല കാണുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് ഈ വായുപുത്രനായ ഹനുമാനോട്, ഒന്ന് പറഞ്ഞു തരുമോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. പോയിട്ട് കണ്ട ആളല്ലേ. ഞാൻ പറഞ്ഞു ആ കോട്ട മതിലും കിടങ്ങും ഒക്കെ ഇങ്ങനെ വാക്ക് കൊണ്ട് ഞങ്ങളുടെ ചിത്രം വരച്ച് വാഗ്മയ ചിത്രം ആക്കിയിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പം പറയാൻ തുടങ്ങി. ആ ത്രികൂട പർവ്വതത്തിൻ്റെ സമുദ്രത്തിൻ്റെ മധ്യേ ത്രികൂടാചലം ഉണ്ടല്ലോ ഗംഭീരമായിട്ട്, അതിൻ്റെ മുകളിലാണ് ഈ ലങ്ക എന്ന് പറയുന്ന രാജ്യം. പ്രാണഭയം ഇല്ലാത്തവർക്ക് കാണാൻ പറ്റും, പ്രാണഭയം ഉണ്ടെങ്കിൽ പിന്നെ കാണാൻ പറ്റൂലല്ലോ. 700 യോജന വിസ്തീർണം ഉണ്ട് അത്. കനക കൊണ്ടുള്ള മതിലുണ്ട്, ഗോപുരമുണ്ട്, എല്ലാം ഒക്കെ അതിഗംഭീരാണ്. പിന്നെ ഒരു 7 ഗോപുരം മതിൽ വേറെ ഉണ്ട്, അതിന് 4 ഗോപുര പങ്ക്തിയുണ്ട്. അങ്ങനെ 28 ഗോപുരമുണ്ട്. അതുമാത്രം എല്ലാറ്റിനും അഗാധമായ കിടങ്ങുണ്ട്. വീണ് പോയെങ്കിൽ പിന്നെ തിരിച്ചു കയറലുണ്ടാവില്ല, അങ്ങനെയുള്ള കിടങ്ങുകളുണ്ട്. യന്ത്രത്തിന്റെ പാലമുണ്ട്, അതിന് ആവശ്യത്തിന് അങ്ങോട്ട് പോകും, ആവശ്യത്തിന്. അത് ഇതൊന്നും ഇന്ന് കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഇതൊക്കെ ആ രാവണന്റെ കാലത്ത് തന്നെ, ആ സമയത്ത് തന്നെ ഉണ്ടായതല്ലേ. എന്ത് പുഷ്പക വിമാനവും ഈ യന്ത്രപ്പാലും ഒക്കെ എത്രയോ യുഗങ്ങൾ മുമ്പേ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരം നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നത് ഒന്നുമല്ല. അവിടെയൊക്കെ ഓരോരോ ഗോപുരം കാക്കാൻ 100,000 10,100,000 എന്ന് പറഞ്ഞ മാതിരി രാക്ഷസന്മാരുണ്ട്. അത് കണ്ടാൽ തന്നെ പേടിയോ, ഒരാളെ കണ്ടാൽ തന്നെ പേടിയോ. അങ്ങനെയാണ് 10-100 ആൾക്കാർ, 10-100 അതിലും അധികം, 1 കോടിയൊക്കെ. അതുപോലെ അന്തപ്പുരം കാക്കാനും ഉണ്ട്. മന്ത്രശാലക്ക് അതിൻ്റെ ഇരട്ടിയുണ്ട്. ഭോജനശാലക്കുണ്ട്, നടപ്പന്തലുണ്ട്, മദ്യം കുടിക്കണ്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്താ ഇല്ലാത്തതും ചോദിക്കണം, ലങ്കയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, അത്രയും ഗംഭീരാണ്. ഞാൻ അവിടെ ഒക്കെ തിരഞ്ഞു ഭഗവാനെ, എൻ്റെ അമ്മേ സീതാദേവി, ഞാൻ അവിടെ ഒക്കെ തിരഞ്ഞു. എന്നിട്ട് അവസാനം എൻ്റെ അച്ഛനായ വായു ഭഗവാൻ എനിക്ക് കാട്ടിത്തന്നു. എന്നെ ഇങ്ങനെ കാറ്റിനടിച്ചടിച്ചടിച്ച് കൊണ്ടുപോയിട്ട് ആ ഉദ്യാനം കാട്ടിത്തന്നു. അപ്പം ഞാൻ അവിടെ കണ്ടു. ആരെ ഞാൻ കണ്ടു? ഞാൻ പത്മജാദേവിയെ കണ്ടു, എൻ്റെ ദേവിയെ കണ്ടു. ഞാൻ അവിടെ ഗംഗുലിയം കൊടുത്തു, ചൂടാരത്നം വാങ്ങി. അങ്ങനെ ആ ഒരു രഹസ്യമായൊരു കാര്യം ഉണ്ടല്ലോ, അതും പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാ. എന്നിട്ട് ഞാൻ അവിടെ കുറച്ച് അവിവേകം കാട്ടിന്നാ പറയേണ്ടത്. ആരാമെല്ലാം തകർത്തു, അവരോട് കാക്കുന്ന ആൾക്കാർ രാക്ഷസന്മാരൊക്കെ ഞാൻ കൊന്നു. ആ രാവണന്റെ ഇളയ മകനായ അക്ഷകുമാരനെ ഞാൻ കൊന്നു. ഇപ്പൊ ലങ്കാപുരത്തിലുണ്ടായിരുന്നതിൽ 4 സൈന്യം ഞാൻ ഒടുക്കിപ്പോയി, 4 ഞാൻ നശിപ്പിച്ചു. ഇനി 3 ഭാഗം എവിടെ ഉള്ളൂ. അപ്പൊ എന്നോട് ദേഷ്യം വന്നിട്ട് രാവണൻ ഇങ്ങനെ കനൽക്കട്ട പോലെ ആവുന്നു കണ്ണൊക്കെ, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, അങ്ങനെയുണ്ട്, ദൂതന്മാരെ കൊല്ലല്ലേ, ഇത് എവിടുത്തെ നിയമാണ് ജ്യേഷ്ഠ, അങ്ങനെ കൊല്ലാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ എൻ്റെ വാലിന് അവരെ അഗ്നി കൊളുത്തി ഞാൻ ലങ്കാപുരയിൽ വിട്ടുകൊടുത്തു. അതാണ് ഞാൻ ചെയ്തത്. അതൊന്നും എൻ്റെ മിടുക്കുണ്ടത്, അങ്ങയുടെ നാമത്തിൻ്റെ ആ മാധുര്യം, ആ നാമ മഹത്വം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് മഹാപ്രഭോ എന്ന് പറഞ്ഞു. ഇത്ര എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ എന്തേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂലേ? നമുക്ക് കൊണ്ടുവരാം, നമുക്ക് പോയിട്ട്
ആ നർത്തഞ്ചരന്മാരെയൊക്കെ കൊന്നിട്ട് നമുക്ക് ദേവീനെ പങ്കജനേത്രയായ ആ സീതാദേവിയെ കൊണ്ടുവരാൻ പ്രഭു, സങ്കടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായി സന്തോഷമായിട്ട് പറഞ്ഞു, ഇപ്പം നല്ലൊരു മുഹൂർത്തം, നല്ലത് വിജയമുഹൂർത്താണ്, നമുക്ക് വേഗം പോവാം. ഉത്തര നക്ഷത്രമാണ്, ഉത്തര നക്ഷത്രത്തിൽ നല്ലതാണത്. എനിക്ക് ദക്ഷിണനേത്രം സ്ഫുരിക്കുന്നുണ്ട്, വലതു ഭാഗം അനങ്ങുന്നുണ്ട്. അതൊക്കെ നല്ലതല്ലേ. ഈ സൈന്യമെല്ലാം നീല കാത്തുരക്ഷിക്കണം. മുമ്പും നടുഭാഗത്തും ഇരുഭാഗത്തും പിന്നെ പിന്നിലും ഒക്കെ പരിപാലിക്കാൻ വലിയ വലിയ വാനരന്മാരെ നിയോഗിക്കണം. ഞാൻ മുമ്പിൽ ആരുടെ മാരുതിയുടെ കണ്ഠമേറിയിട്ടുണ്ടാവും. എൻ്റെ പിറകിലാര് അങ്കദൻ്റെ പിറകിലേറിയിട്ട് എൻ്റെ അനുജനായ ലക്ഷ്മണനും ഉണ്ടാവണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാലോ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നീലൻ, ഗജനും, ഗവയനും, ഗവാക്ഷനും, ബലിയും, മൈന്ദനും, വിവിധനും, ഗംഭീരന്മാർ, നളനും, ശതബലിയും, താരനും, അങ്ങനെ പറഞ്ഞറിയിക്കാനാവാത്തത്രയുള്ള ഈ സൈന്യങ്ങളും കൊണ്ട് നമുക്ക് പോകാം. ആർക്കും മനസ്സിൽ വിഷമം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. നേരം അനിയനോടുകൂടി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. ആ നക്ഷത്രനാഥനായ ആ ചന്ദ്രനും സൂര്യഭഗവാനും ഭാസ്കരദേവനും എങ്ങനെയാണ് ആകാശത്തിൽ വിളങ്ങുന്നത്, അതുപോലെ ഈ ഏട്ടനും അനിയനും അങ്ങനെ വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ആർത്ത് വിളിച്ച് കൂക്കി വിളിച്ച് കോലാഹലം കൂട്ടിക്കൊണ്ട് ഈ വാനരന്മാര് നടന്നു പോന്നു. അവര് ചാടിക്കൊണ്ടും ഓടിക്കൊണ്ടും ഓരോരോ അതിൻ്റെ ഇടക്ക് പക്വഫലങ്ങൾ കാണുമ്പോൾ അത് പറിച്ചു തിന്നിട്ടും അങ്ങനെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ അടുത്ത് എത്തിയാടുന്നില്ല മാരുതി മുമ്പ് ചാടിക്കടന്നത്. നേരം അവിടെ എത്തിയ സമയത്ത് ഭഗവാൻ മാരുതിരെ കണ്ടെത്തുന്ന കഴുത്തുന്നത് അതെറിഞ്ഞി. അന്നേരം അനിയനായ ലക്ഷ്മണനും താഴെ ഇറങ്ങി അടൻ നമസ്കരിച്ചു. എന്നിട്ടോ ഇതെന്താ പറയുന്നവര്, ആര്യര് ഇതിനടുത്തെത്തി. അപ്പോൾ സന്ധ്യാവുന്ന സമയത്താണ് ഇവര് വാരധീതീരം പ്രവേശിച്ചത്. സുഗ്രീവനോട് പറഞ്ഞു, നമുക്കിപ്പോൾ സന്ധ്യാവന്തനം ചെയ്യണ്ടേ, ആ സന്ധ്യാവന്തനം ചെയ്തിട്ട് നമുക്ക് ഈ വാരാന്തിനെ എങ്ങനെ കടക്കൽ, ഈ സമുദ്രത്തിന് കടക്കാനുള്ള ഉപായം നോക്കാമെന്ന് പറഞ്ഞു. ഈ രാക്ഷസന്മാർ വരാനുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒന്നാമത് അവർ രാത്രി നടക്കുന്നവരാണ്. അതുകൊണ്ട് നല്ലോണം നമ്മളെ വാനരന്മാരൊക്കെ കാത്തു രക്ഷിക്കണം എന്ന് പറഞ്ഞു. സന്ധ്യ വന്ദനെല്ലാം കഴിച്ച് ആ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരുന്നു. അതെ, വാനരന്മാർക്ക് ഇത് കാണുമ്പം ഉള്ളിൽ പേടി. ഇത്രയും ഗംഭീരമായി സമുദ്രം കണ്ടിട്ട് വാനരന്മാർക്ക് പേടിയാവുന്നു. ചപ്പാടുന്നുണ്ട്, ഒരു തിരമാലയിൽ അടിക്കുമ്പോൾ പേടിച്ചിട്ട് കഴിഞ്ഞില്ല അവർക്ക്. ഇതാർക്കും ആവൂല, ഇനിയിപ്പോൾ എങ്ങനെ നമ്മളിത് കടക്കുന്നു, എങ്ങനെ നമ്മൾ രാവണനെ വധിക്കുന്നു, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത പോയിട്ട് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് പരങ്ങന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് സൂര്യൻ അങ്ങോട്ട് പോയി മറിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാൽ ചന്ദ്രോദയം വന്നു. അപ്പം ആ സീതാദേവീനെ വിചാരിച്ചിട്ട് കരയാൻ തുടങ്ങി. മനുഷ്യന്മാരെ ബോധിപ്പിക്കാനാണ് ശ്രീരാമചന്ദ്രൻ ഇടക്കിടക്ക് ലോകത്തെ അനുകരിക്കാനാണ് കരയുന്നത് എന്നാ പറയുന്നത്. ഇതൊക്കെ ഭഗവാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒക്കെ നമ്മളെ ലോകത്തെ അനുകരിക്കുന്നു. അങ്ങനെ കരഞ്ഞിട്ടെല്ലാം ഇരിക്കുന്ന സമയത്ത് നമുക്ക് തൽക്കാലം ഈ വാനരന്മാരുടെയും രാമചന്ദ്രൻ്റെയും ലക്ഷ്മണ കുമാരൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ലങ്കയിലേക്ക് പോയി നോക്കാം. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക്.
ഇവര് വാരാനിധിരെ വടക്കേക്കര വന്നിട്ട് ഗംഭീരായിട്ട് പരന്ന് കിടക്കുന്ന കണ്ടിട്ട് ആ ലങ്കേശ്വരനുണ്ടല്ലോ രാവണൻ മന്ത്രിമാരെയൊക്കെ വരുത്തിയിട്ട് പറഞ്ഞു അവിടെ ഒരു മന്ത്രനികേതനം. മാരുതി പറഞ്ഞ ആ ഹനുമാൻ വന്ന് ചെയ്തത് ആർക്കും വിചാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് വിചാരിച്ചിട്ട് നാണിക്കുന്ന രാവണൻ. കഷ്ടായിപ്പോയി നമ്മളെ കാര്യം. ഇത് ആ വാനരമന്ത്രി ചെയ്ത കാര്യങ്ങളൊന്നും ആരും അറിയാതില്ലല്ലോ. ഈ ആർക്കും കടക്കാൻ പറ്റാതെ ലങ്കയിലേക്ക് ഒറ്റ ഊക്കോടെ വന്നിട്ട് ഇതൊക്കെ നശിപ്പിച്ചത്. അയ്യോ കഷ്ടം തന്നെ. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ മകനെയും കൊന്നു, ലങ്ക ചുട്ട് പൊട്ടിക്കുകയും ചെയ്തു, സമുദ്രം കടന്നിട്ട് കൂടി പോവുകയും ചെയ്തു. എന്തൊക്കെയാണ് എനിക്ക് ഇതൊന്നും വിചാരിക്കുമ്പോൾ തന്നെ നാണം. ഇപ്പൊ ഉണ്ടല്ലോ എല്ലാവരും കൂടി ഈ സമുദ്രത്തിന്റെ തീരത്ത് വന്നിരിക്കുന്നത്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തീരുമാനിക്കണ്ടേ? നിങ്ങളൊക്കെ തീരുമാനിക്കുക കാര്യങ്ങള്. അങ്ങനെ മന്ത്രവിശാരദന്മാരല്ലേ. എൻ്റെ മന്ത്രിമാര് പറഞ്ഞത് കേട്ടോണ്ട് എനിക്കൊരാപത്തും വരാതിരുന്നത്. ഇനി എന്താവത്ത് ഇയാൾക്ക് വരാനില്ലത് വരേണ്ടതൊക്കെ വന്നു എന്താ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരാപത്തും വരാതെ. എൻ്റെ കണ്ണുകളും നിങ്ങളാണ്, എൻ്റെ കാതുകളും നിങ്ങളാണ്, എൻ്റെ മനസ്സും നിങ്ങളാണ്, എൻ്റെ ഹൃദയം ഒക്കെ നിങ്ങളാണെന്നൊക്കെയാണ് ഈ മന്ത്രിമാരോട് പറയുന്നത്. എല്ലാവർക്കും പിന്നെ ശരി ഇത് നടപ്പിലാക്കാന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയണം. അങ്ങനെ ഓരോരാളോട് ഇങ്ങനെ പറയുന്നത്. അത് ഒന്നിച്ച് പറയുന്നത് ഉത്തമൻ, രണ്ടാമത് എല്ലാവർക്കും ചോദിച്ചിട്ട് പറയുന്നത് മധ്യമനാണ്, എനക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് അറിയുന്ന ആള് അധമനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്താന്ന് ചെയ്യാൻ പറ്റുന്നതിൽ ആലോചിക്കാം. എന്ന് പറയുന്ന കേട്ട സമയത്ത് രാക്ഷസന്മാർ പറഞ്ഞു, ഇങ്ങനൊരു കാര്യവിചാരം വന്നത് നല്ല അത്ഭുതം തന്നെ. എന്തിങ്ങനെ കാര്യവിചാരം? രോഗങ്ങളെല്ലാം ജയിച്ച ആളല്ലേ. അങ്ങേക്കെന്ത് ഇത് ജയിക്കാൻ, ഇവരെ ജയിക്കാനോ ഈ ഒരു മനുഷ്യനെ ജയിക്കാനോ അത് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടങ്ങനെ ചെയ്തിട്ടില്ലേ, പണ്ടിങ്ങനെ ചെയ്തിട്ടില്ലേ, പിന്നെ എന്താ വൃത്രാജി ജയിച്ചിട്ടില്ലേ, മകനും ജയിച്ചിട്ടില്ലേ, മേഘനിനാഥനല്ലേ ആ വൃത്രാജിനെ ജയിച്ചത്. അതുപോലെ അങ്ങയുടെ ജ്യേഷ്ഠനായ ആ വിത്തേശനുണ്ടല്ലോ കുബേരനെ ജയിച്ചിട്ട് ആ പുഷ്പക വിമാനം തട്ടിയെടുത്തില്ലേ, അതൊക്കെ വിചാരിക്കുമ്പോഴാണ് അത്ഭുതം. ഇതിപ്പോ ഒരു അത്ഭുതം ഒന്നുമല്ല, കാലനെ കൊണ്ട് ജയിച്ചിട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഹൂങ്കാരം കൊണ്ട് തന്നെ വരുണന് ജയിച്ചിട്ടില്ലേ. ഇവരോട് കളിക്കാൻ കഴിയില്ല, എന്ത് ഈ വിഡ്ഢിയോട് കളിക്കാൻ കഴിയില്ല, അവരൊഴിവായതാണ്. ഇവര് പറഞ്ഞ അവരെയും ജയിച്ചു ഇവരെയും ജയിച്ചു. പിന്നെയോ ആ മയെന്ന് പേരുള്ള അസുരൻ വന്നിട്ട് പേടിച്ചിട്ടല്ലേ അദ്ദേഹത്തിന്റെ മകളെ അങ്ങേക്ക് തന്നത്. ഈ ദാനവന്മാരെല്ലാം കരം തരുന്നുണ്ട്. ഈ മാനവന്മാരുടെ കാര്യം എന്തെന്ന് പറയേണ്ടത്? അത്രമാത്രമല്ല, ആ മഹാദേവൻ ഇരിക്കുന്ന കൈലാസത്തിൽ അമ്മാനാടിയിട്ടില്ലേ, അതിൻ്റെ അടിയിൽ കയ്യങ്ങ് പെട്ടുപോവായിരുന്നു. ഇവർ പറയുന്നത് അമ്മാനാടി ഒന്നുമല്ല. കയ്യങ്ങോട്ട് വെച്ചിട്ട് എടുത്തിങ്ങനെ കുലുക്കാൻ നോക്കുമ്പം ഭഗവാൻ കാലിൻ്റെ പെരുവേരിൽ കൊണ്ടൊന്ന് അമർത്തി, അത്രയിലും. അവിടെ കടന്നിട്ട് കരഞ്ഞു. അവിടെ കടന്ന് കുറേ രാവൺ ചെയ്തതുകൊണ്ടാണ് ഇയാൾക്ക് രാവണനുള്ള പേര് തന്നെ മഹാദേവൻ കൊടുത്തതാണ്. അതൊന്നുമല്ല ഇപ്പൊ പറയുന്നു. അമ്മാനാടിയിട്ടില്ലേ, ചന്ദ്രഹാസം തന്നിട്ടില്ലേ ഭഗവാൻ എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ഇദ്ദേഹം സ്തുതിച്ചതാണ് ഭ്രമനിലിംബ നിർജ്ജരീ വിലോല വീചി വല്ലരി വിരാജമാന മൂർധനി ധഗ ധഗ ധഗജ്വലല്ലാടപട്ട പാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം നമ. അങ്ങനെയുള്ള കുറേ ശ്ലോകങ്ങൾ ഈ ഒരു കൈ അതിൻ്റെ അടിയിൽ പെട്ടിട്ട് കരയുന്ന സമയത്ത് ചൊല്ലിയതാണ്. അപ്പോഴാണ് ഭഗവാൻ ഈ ചന്ദ്രഹാസം കൊടുത്തത്. ഇവിടെ പറയുന്നുണ്ടെന്ന് അതെടുത്തിട്ട് കൈലാസത്തിൽ അമ്മാനാടി, മറ്റേതെടുത്തിട്ട് ബോള് കളിച്ചു എന്നൊക്കെ പറയുന്നത്. ഒന്നുമല്ല, അങ്ങയോട് എതിരിടാൻ വന്നിട്ട് ജീവനോടെ പോലണ്ട, ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ വീര്യം കൂട്ടിക്കൊണ്ടിരുന്നു, വീര്യശൗര്യങ്ങൾ. ഞങ്ങളിൽ ഒരാളെ അയച്ചാൽ മതി, ഒരാളെ ഞങ്ങൾ പോയിട്ട് പിന്നെ മനുഷ്യജാതികളെ ഇല്ലാതാക്കിയിട്ട് വരും. എന്നിട്ട് വേണ്ട ഈ വാനരജാതി, അവരെയും കൊല്ലും.
എന്തിനു ഇത്രയൊക്കെ ആൾക്കാർ കൂടി നിരൂപിക്കലും ചെയ്യൊന്നും വേണ്ട, പറഞ്ഞാൽ മതി. അതെന്ന് പറഞ്ഞു. ഓരോരുത്തർ പറഞ്ഞു അങ്ങ് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ പോയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വരൂലേ, ഇപ്പം ശരിയാക്കി തരൂലേ. അങ്ങനെ പറഞ്ഞു, ഇപ്പം ശരിയാക്കി തരൂലേ എന്ന് പറഞ്ഞു. ശരിയാക്കുന്നത് നമ്മൾ കുറെ കണ്ടതല്ലേ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കുംഭകർണനുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ അനുജൻ, ജയവിജയന്മാരിൽ വിജയൻ കുംഭകർണൻ, ജയൻ രാവണൻ, അങ്ങനെയാണല്ലോ. എഴുന്നേറ്റു. 6 മാസം ഉറങ്ങിയ ഒരു ദിവസമായിട്ടാണ് ഈ പാവത്തിന് ഉണർന്നിട്ടുള്ളത്. അന്ന് വേണ്ടുവോളം തോന്നും മതോന്മത്തനായിട്ട് വീണ്ടും ഉറങ്ങും തോന്നുന്നു. ഇനി 6 മാസം ഉണർന്നിരിക്കുകയാണോ 6 മാസം ഉറക്കാണോ അങ്ങനെ അല്ല, അറിയില്ല. അപ്പൊ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഇടത്തും ഇരുത്തി അനിയന എല്ലാ കാര്യങ്ങളും അനിയനോട് പറഞ്ഞു. അതായത് പേടിയായി, അവർക്ക് കുംഭകർണന് പേടിയായി. ഞാൻ പറഞ്ഞു, ഈശ്വര എന്തെന്നാണ് കേട്ടാ കളിച്ചു കൂട്ടിയത്. ഇതില് ഇങ്ങനെ ജീവിച്ചിട്ട് ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും ദേവത്വം കിട്ടുന്ന തന്നെ നല്ലത്. എല്ലാം പിന്നെ അങ്ങയുടെ പ്രാണന്റെ ഹാനി, മരണത്തിന് വേണ്ടുന്ന കളിയാ കളിച്ചത്. രാമനുണ്ടല്ലോ, ശ്രീരാമനുണ്ടല്ലോ, അങ്ങനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഭൂമിയിൽ വാഴാൻ അവസരം തരുന്നു വിചാരിക്കണ്ട. അതിനോട് തീരും, പണി തീരും എന്നൊക്കെ പറഞ്ഞു. അതിന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, ഒന്നാ വേഗം പോയിട്ട് ആ പാദത്തിൽ നമസ്കരിച്ചു കാര്യങ്ങൾ പറയും. ഈ രാമൻ എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യനൊന്നുമല്ല, മഹാവിഷ്ണുവാണ്. സീതയാണെങ്കിൽ മഹാലക്ഷ്മിയാണ്, ലക്ഷ്മി ഭഗവതിയാണ്. ആ അനിയനായ ആളുണ്ടല്ലോ, അദ്ദേഹം ശേഷനാണ്, ആദിശേഷൻ. ഇത് ഓരോരോ കാര്യം ഈ മത്സ്യങ്ങളെല്ലാം കാണുന്നില്ലേ, ഒരു ചൂണ്ടലിൽ ഒരു ചെറിയൊരു പുഴു നേരെ ഇങ്ങനെ കോർത്തിട്ട് ഇടും. അത് ഭക്ഷണം കഴിക്കാറുണ്ട്. മത്സ്യം വരും, അത് തൊണ്ടയിൽ അണ്ണാക്കിൽ കൊളുത്തും ചാവും മത്സ്യം. അതുപോലെ ജാനകിനെ കണ്ടിട്ട് മോഹിച്ചത് കൊണ്ടല്ലേ ഇപ്പം അങ്ങയുടെ പ്രാണൻ പോവാനായി. എനിക്കിത് നല്ലതെന്ന് തോന്നിയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലെ വാസനയല്ലേ, അതുകൊണ്ട് നീക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിവ്യന്മാർക്ക് പോലും പറ്റില്ല. പിന്നെ അജ്ഞാനികളെ കാര്യം പറയാനുണ്ടല്ലോ, അജ്ഞാനികളിൽ മുമ്പനല്ലേ അങ്ങ് എല്ലാം കാട്ടിയതെല്ലാം പറഞ്ഞയാണ്, ഒന്നും നല്ലത് ചെയ്തിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാ, ഞാൻ പോയിട്ട് വാനരന്മാരെയും രാമനൊക്കെ ഒടുക്കിയിട്ട് വരാം. എന്നിട്ട് നീ ജാനകിനെ കൊണ്ടിട്ട് ഇരുന്നു, സങ്കടപ്പെടണ്ട. ദേഹത്തിന് അന്തരം വരുന്നതിന് മുമ്പ്, ചാവുന്നതിന് മുമ്പേ ആയിട്ട് എന്തൊക്കെയാണ് മോഹിച്ചെന്നൊക്കെ നടത്തിക്കോളൂ, ഞാൻ പോയിട്ടൊക്കെ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ ആൾക്ക് ഇതൊക്കെ വരും ഏട്ടാ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ദ്രജിത്ത് പറയുന്നു, ഓ ഞാൻ ആ മനുഷ്യനെ രാമനെയും അവാനന്മാരെയും ഒക്കെ ഒടുക്കിയിട്ട് ഇപ്പൊ വരും, അച്ഛൻ സമ്മതം തന്നാൽ മതിയെന്ന് ഇന്ദ്രജിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ആ സമയത്താണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ശ്രീരാമചന്ദ്രന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത്. ഇനി നാളെ വിഭീഷണന്റെ കുറേ കാര്യങ്ങളുണ്ട്. തത്വജ്ഞാനല്ലേ വിഭീഷണൻ പറയാ, അത് പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം വേദജ്ഞ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി.